ഇറ്റ്സ് മീ ഹൽദിത. ഇന്ന് August 29. ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഓസ്ട്രിയ പോവാണ്. ഞാൻ സ്വീഡനിൽ വന്നിട്ട് ഇപ്പോൾ 1 year കഴിഞ്ഞു. പക്ഷേ ഇവിടുന്ന് ഞാനങ്ങനെ ഫ്ലൈറ്റ് പിടിച്ചിട്ട് വേറൊരു യൂറോപ്യൻ കൺട്രിയിലേക്ക് പോയിട്ടൊന്നുമില്ല. അപ്പം ഇന്നതേ ഞാനും അമ്മനും ഉണ്ട്. ഞങ്ങൾ നേരെ കോപ്പൻഹേഗൻ എയർപോർട്ടിലെത്തി. സെൽഫ് ചെക്ക് ഇൻ ആയിരുന്നു കേട്ടോ. റയനെയർ ആണ് ബുക്ക് ചെയ്തത്. അപ്പം നമുക്ക് കുറച്ച് ടൈം ഉണ്ടായിരുന്നു. വേറെ അധികം പ്രൊസീജിയേഴ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു കുപ്പി വെള്ളവും കുറച്ച് ചിക്കൻ നഗറ്റ്സും ഒക്കെ വാങ്ങിയതേ നമ്മളെ ഗേറ്റിൻ്റെ അവിടെ വന്ന് നിന്നു. നല്ല തിരക്കുണ്ട്. റയനെയർ അത്യാവശ്യം നല്ല ചീപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അതിൻ്റെ ബേബി ഫ്ലൈറ്റ് ആയിട്ടുള്ള ലൗഡ എയർവേസിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. സോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഫ്ലൈറ്റിലേക്ക് നടന്നു പോയിട്ട് കയറണമെന്ന്. സോ ഗൈസ്, നമ്മളങ്ങനെ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോവാണ്. കം ഓൺ. അങ്ങനെ ഇവിടെ വന്നിട്ടുള്ള എൻ്റെ ഫസ്റ്റ് പ്രോപ്പർ വെക്കേഷൻ ആണെന്ന് പറയാം. ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഓസ്ട്രിയ എനിക്ക് ഒരുപാട് കാലമായിട്ട് പോകണമെന്ന് ആഗ്രഹമുള്ള ഒരു കൺട്രി ആയിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്കിനെ നമ്മൾ വിയന്ന എത്തി. ഒരു 1.5 മണിക്കൂർ 1.25 മണിക്കൂർ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ ഫ്ലൈറ്റ്. ഒരുപാട് വലിയൊരു എയർപോർട്ട് ഒന്നുമല്ല, എന്നാലും അത്യാവശ്യം വലിയൊരു എയർപോർട്ടാണ്. നമ്മൾ നേരെ ടിക്കറ്റ് കൗണ്ടറിൽ പോയി ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് കുറച്ച് കാശ് ലാഭിക്കാമെന്നാണ് പറയുന്നത്. സോ ഒരു 9 euros ആണ് നമുക്ക് ട്രെയിൻ ടിക്കറ്റിനായിട്ടുണ്ടായിരുന്നത്. യെസ്, ഫൈനലി നമ്മളെ ട്രെയിൻ ടിക്കറ്റ് എടുത്തു. നമ്മളിപ്പോൾ പോകുന്നത് ഗോളിംഗ്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ്. അപ്പം നമ്മൾ ഇടയിൽ ട്രെയിൻ മാറി കയറുന്ന ഓർത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ഒരു ജേർണി തന്നെയാണ്. ഓൾമോസ്റ്റ് ഒരു 3 മണിക്കൂറിനടുത്ത് നമ്മൾ ട്രെയിനിലിരുന്നു. സോ നമ്മൾ അങ്ങനെ രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങി ഫ്ലൈറ്റ് കയറി, ആക്ച്വലി ബസ് കയറി, ട്രെയിൻ കയറി, ഫ്ലൈറ്റ് കയറി, പിന്നെയും ട്രെയിനുകൾ കയറി. ഫൈനലി നമ്മൾ സാൽസ്ബർഗ് നിന്ന് ഇവിടെ എത്തി. ഈ സ്ഥലത്തിന്റെ പേര് ഗോളിംഗ്ടണോ അല്ലേ? അങ്ങനെയാണെന്നാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പറയുന്നത്. അതെ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അതെ, നല്ല രസമുണ്ട്. ഇനിയിപ്പോ നമ്മൾ എങ്ങോട്ടാ പോണത്? ഇനി നമ്മൾ എയർബിഎൻബിയിലേക്ക് പോകണം. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ നടക്കണം. അപ്പൊ നമുക്ക് പോണ വഴിയും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ട് മെല്ലെ നടക്കാം. വരുന്ന വഴി ആസച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴിയായിരുന്നു. പക്ഷേ ട്രെയിനിൽ നമുക്ക് ഫുൾ ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായില്ല. എന്തോ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേഗം നടക്കാം. അവിടെ നമ്മൾ താമസിച്ചിട്ടുള്ള എയർബിഎൻബിൻ്റെ ഒരു കുഞ്ഞു ടൂറാണിത്. സോ ഒരു കുഞ്ഞൊരു ബെഡ്റൂം ഉണ്ടായിരുന്നു. ഒരുപാട് വലുതൊന്നുമല്ല. ആൻഡ് സൈഡിലൊക്കെ ആയിട്ട് വാർഡ്രോബ് ഉണ്ട്. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഹാങ് ചെയ്യാം. ആൻഡ് ഒരൊറ്റ ജനലാണ് ആ റൂമിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്നുള്ള വ്യൂ അത്യാവശ്യം നല്ലതായിരുന്നു. ദൂരേക്ക് നോക്കിയാൽ നമുക്ക് മൗണ്ടെയിൻ ഒക്കെ കാണായിരുന്നു. പിന്നെ ബാത്റൂം വലിയൊരു ബാത്റൂം ആയിരുന്നു. ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു. ലൈക്ക് ബാത്ത് ടബ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ടോയ്ലറ്റിൻ്റെ ഏരിയ ആണെങ്കിലും എല്ലാം വലിയൊരു ബാത്റൂം ആയിരുന്നു കേട്ടോ. ആൻഡ് ദെൻ കിച്ചണും അത്യാവശ്യം ഒക്കെ ഉള്ള ഒരു കിച്ചൺ ആയിരുന്നു. വേറെയും ഗസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളുള്ള സമയത്ത് അവിടെ. August 30th ആണ്. സോ നമ്മളെ ഫസ്റ്റ് ഡേ ഇൻ ഓസ്ട്രിയ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ രണ്ടുപേരും നല്ല എക്സൈറ്റഡ് ആണ്. രാവിലെ നേരത്തെ എണീറ്റു. ഈ ബസ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഓടിയത്. ബസ് കിട്ടി. കയ്യിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ക്യാരി ചെയ്തിരുന്നു. ബ്രെഡ് ഓംലെറ്റ് ആണ് കേട്ടോ. പോണ വഴി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴിയായിരുന്നു. കോട നിറഞ്ഞ വഴിയായിരുന്നു. കുറച്ച് കഴിയുന്നതിനേക്കിടെ ഇങ്ങനെ വെളിച്ചം വന്ന് തുടങ്ങി. ഇപ്പം നമ്മൾ നേരെ പോകുന്നത് ഹോൾസ്റ്റാറ്റിലേക്കാണ്. പക്ഷെ നമുക്കൊരു ബസ് മാറി കയറണം. പിന്നെ നമുക്കൊരു ട്രെയിൻ എടുക്കണം. അങ്ങനെയൊക്കെയുണ്ട്. സോ ഗസാവോ എത്തിയപ്പോൾ ബസ് സ്റ്റോപ്പ് ചെയ്തു. നമ്മൾ അവിടെ തന്നെ ഒരു ബാങ്ക് കണ്ടു. അവിടെ പോയിട്ട് കുറച്ച് യൂറോസ് നമ്മൾ കയ്യിലെടുത്തു. ഇപ്പോൾ എൻ്റെ കയ്യിലത് 80 euros ഉണ്ട്. ഇവിടെ എല്ലാവരും ക്യാഷാണ് എടുക്കുക. കാർഡ് നമുക്ക് ടാപ്പ് ചെയ്യാം. പക്ഷെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ടെങ്കിൽ അത് എപ്പോഴും ഒരു സേഫ് ഓപ്ഷൻ ആണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മളിവിടെ ബസ്സിലാണെങ്കിൽ വന്നിറങ്ങി. ഇനി ഇവിടെ നമുക്കൊരു ട്രെയിൻ എടുക്കണം ഹാൾസ്റ്റാറ്റിലേക്ക്. ഒരു 7 minutes. ബാക്കോട്ടൊക്കെ നോക്കി നല്ല രസമുണ്ട് കാണാൻ. അതേപോലെ തന്നെ ആ സൈഡിലാണെങ്കിലും നല്ല കുഞ്ഞു കുഞ്ഞു വീടുകളുണ്ട്. നല്ല രസമുള്ള വീടുകളുണ്ട്. സോ ഇനിയിപ്പോൾ നമുക്ക് ട്രെയിന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പം ഐ എം ഓൾ സെറ്റ് ഹാൾസ്റ്റാറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വ്ളോഗൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇന്നത്തെ ദിവസം എൻജോയ് ചെയ്യാം.
നമ്മൾ ഹാൽസ്റ്റാറ്റ് ഇറങ്ങി, ട്രെയിനിൽ ഇറങ്ങി. ഇനി നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് പോണത്. ബോട്ടിങ്ങിന് വേണ്ടിയിട്ടല്ല, ഫെറി എടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. ഫെറി എടുത്തിട്ട് വേണം അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇവൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ വന്നിട്ട് ഇപ്പം നമ്മൾ ഫെറി ഒന്നും ഇവിടെ കാണുന്നില്ല. എന്തായാലും നമ്മൾ പോയി നോക്കട്ടെ. അങ്ങനെ 7:30 ആകുമ്പോഴത്തേക്ക് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ 1 മണിക്കൂറായി ഇവിടെ ഇരിക്കുന്നു. ഇവിടെ അന്നേരം 7:30 അതെ, അപ്പം നോട്ട് ദ പോയിന്റ്. ഫെറിന്റെ ആൾക്കാർ ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് സർവീസസ് ഒക്കെ കുറച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ട്രെയിൻ സ്റ്റേഷനിൽ ആരും ഇല്ല, വിളിച്ചു കഴിഞ്ഞാൽ അവർ ഫോൺ എടുക്കില്ല, കൗണ്ടറിൽ ആരും ഇല്ല. മൊത്തത്തിലൊരു എന്താ പറയാ വിജിലംബിച്ച അവസ്ഥയാണ്. പക്ഷെ എന്തായാലും ഇപ്പൊ ഒരു ഫെറി വരുന്നുണ്ട്, നമുക്ക് നോക്കാം ആ ഫെറി അങ്ങോട്ടാണോ എന്ന്. അങ്ങനെയാണെങ്കിൽ അതിൽ കയറാം, അങ്ങനെ അല്ലെങ്കിലും നമുക്ക് അതിൽ കയറാം. എന്നിട്ട് എവിടേക്കാണോ അവിടേക്ക് പോവാം. സോ ഗൈസ്, നമ്മളങ്ങനെ ഹാൾസ്റ്റാറ്റ് എത്തി. കുറച്ച് നേരം ഉണ്ടായിട്ടുള്ളൂ കേട്ടോ ഫെറിയിൽ. നമ്മളവിടെ ഇറങ്ങിയ സ്ഥലത്ത് ഒരു ട്രെയിൻ പോകണത് എനിക്ക് ഇവിടുന്ന് കാണാം. നല്ല ഭംഗിയുണ്ട്. ഇറങ്ങിയപ്പോൾ തന്നെ നല്ല രസമുള്ള കുട്ടി വീടുകളൊക്കെ സൈഡിലുണ്ട്. സോ ദേ കാണിക്കോ, വരൂ. അയ്യോ എവിടെ? ഹലോ ഗൈസ്, നമ്മൾ അപ്പം ഹാൾസ്റ്റാറ്റ് എത്തിയിരിക്കുകയാണ്. നമ്മൾ ആക്ച്വലി കുറച്ച് നേരത്തെയാണ്. നേരത്തെ 8:45 ഉള്ളൂ. ആരെയും കാണാനുമില്ല. നമ്മൾ ആക്ച്വലി ചൈനീസ് ടൂറിസ്റ്റുകളെ പേടിച്ചായിരുന്നു നേരത്തെ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഹോൾസ്റ്റാറ്റിന്റെ ഒരു ചെറിയ ഒരു മോഡൽ ചൈനയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ഒറിജിനൽ കാണാൻ ഇവിടെ ഫുൾ ചൈനീസ് ടൂറിസ്റ്റ് വരും. നീ നോക്കിയാൽ ഇനി കുറെ ചൈനീസ് ആൾക്കാരുണ്ട്. പക്ഷെ കുറവാണ്. ഇന്ന് രാവിലെ അധികം ആൾക്കാരില്ലായിരുന്നു. അപ്പൊ ഇനി നമ്മള് ഇവിടെ അടുത്തൊരു പാർക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ടൊക്കെയാണ് പോണത്. സോ അതിന്റെ മുന്നേ നമുക്ക് കുറച്ച് വെള്ളം നിറയ്ക്കണം. ഞങ്ങൾ 4 കുപ്പിയായിട്ടാണ് രാവിലെ ഇറങ്ങിയത്, പക്ഷെ എവിടുന്ന് വെള്ളം കിട്ടിയില്ല. സോ എന്തായാലും നമുക്ക് കുറച്ച് വെള്ളം എവിടെന്നെങ്കിലും നിറയ്ക്കണം. ഇവിടെ ഫുൾ ടാപ്പ് വാട്ടർ ഒക്കെ കുടിക്കാൻ പറ്റും എന്നാണ് ഇവൻ പറഞ്ഞത്. പക്ഷെ ഇന്നലെ കുടിച്ചിട്ട് എനിക്കൊരു വേറെ ചോയൊക്കെ തോന്നിയിരുന്നു. കുടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് മെല്ലെ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ വ്ളോഗിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു ഊഞ്ഞാലാണ് ഈ ഒരു ഊഞ്ഞാൽ. എല്ലാ ഓസ്ട്രിയ വ്ളോഗ് അല്ല, ഹാൾസ്റ്റാറ്റ് വ്ളോഗ് എടുത്ത് നോക്കിയാലും ഇത് കാണാൻ പറ്റും. അപ്പൊ ഞാൻ ഈ ഊഞ്ഞാലിൽ ആടാൻ വേണ്ടിയിട്ട് ആണ് ഇതിനുള്ളിൽ കയറിയിരിക്കണത്. സോ ഇനി അമ്മനും വന്നിട്ട് തന്നെ ജോയിൻ ചെയ്യും അല്ലേ? കം ഓൺ, സിറ്റ്. നമ്മൾ അങ്ങനെ അവിടെ നിന്ന് കുറച്ചും കൂടി നടന്നു. ഇവിടെ €1 കൊടുത്തിട്ട് ഞാൻ വാഷ്റൂം യൂസ് ചെയ്തു. ആൻഡ് നമ്മൾ ആ വാട്ടർ ബോട്ടിൽ നിറച്ചത് എവിടെന്നാണ് ഞാൻ കാണിച്ചത് കേട്ടോ. ഇവിടെ നമുക്ക് ടാപ്പ് പോലത്തെ ടാപ്പ് തന്നെയാണ് അല്ലേ? കുറച്ചിങ്ങനെ എന്താ മുകളിൽ നിന്ന് ഒരു കുഞ്ഞു വാട്ടർഫോൾ ഇങ്ങനെ വരുന്നുണ്ട്. അതിൽ നിന്ന് വരുന്ന വെള്ളമാണ് നമ്മൾ എടുത്തത്. ഇവിടേക്ക് അത് വരുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതിൽ നിന്നാണ് നമ്മൾ വെള്ളം എടുത്തത്. ഹായ് ഗൈസ്, അപ്പം നമ്മൾ ഗൊസാവ് എത്തിയിരിക്കുകയാണ്. ഗൊസാവ് സീൻ ഇത് ഒരു ലേക്കാണ്. ഞാൻ കേട്ടത് അവസ്ഥയിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലേക്ക്. എത്ര ബ്യൂട്ടിഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. പക്ഷെ വെയിൽ കാരണം വി ആർ വെരി ബയസ്ഡ്.
എനിക്ക് പക്ഷെ അത്ര കുഴപ്പമില്ല കേട്ടോ. എനിക്ക് ഓക്കെയാണ്. സാധാരണ എനിക്ക് നാട്ടിൽ പോയപ്പോ ഒക്കെ വെയിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം എനിക്ക് വെയിൽ വലിയ പ്രശ്നം തോന്നുന്നില്ല. പക്ഷെ ഇതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നല്ല ബ്ലൂ ഗ്രീൻ കളർ, ബ്ലൂ അല്ല ബ്ലൂയിഷ് ഗ്രീൻ ഇല്ലേ, അങ്ങനത്തെ ഒരു പീകോക്കിന്റെ ഒക്കെ ഒരു കളർ എന്നെ കാണണ്ടോ? എവിടെ ഞാനെവിടെ? പീകോക്കിന്റെ ഒക്കെ ഒരു കളർ, നല്ലൊരു ലേക്കാണ്. അതൊരു ഗ്ലേഷ്യർ ആണ്, അത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ അത് ആക്ച്വലി ഇവിടുന്ന് കാണാനുണ്ട്. അവിടെ ഒരു ഗ്ലേഷ്യർ ഉണ്ട്. ഞാൻ അതിന്റെ ഒരു സൂം ചെയ്തിട്ടുള്ള ക്ലിപ്പ് ഇതിന്റെ ഇടയിൽ കയറ്റാം. ഈ ഹൈറ്റ് ഇല്ലേ, ഇത് നമ്മൾ ചെയ്യാൻ വിചാരിച്ചത്. ഇത് ആക്ച്വലി ഒരു വേറെ ലേക്കാണ്, ഇതിന്റെ മേലെ പോയാല് കുറച്ചുകൂടെ ചെറിയ പക്ഷെ കുറച്ചുകൂടെ ഡീപ്പർ ആയിട്ടുള്ള കുറച്ചുകൂടെ കളറുള്ള ഒരു ലേക്ക് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ കേബിൾ കാർ എടുക്കാന്നാണ് വിചാരിക്കുന്നത്, മുകളിലേക്ക് പോകാൻ വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പം ഒരു ഹട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹട്ട് എന്ന് പറയുമ്പോൾ അവിടെ എന്താ കിട്ടും? അവിടെ ഫുഡ് കിട്ടും. ഫുഡ് പിന്നെ വേറെ കിട്ടും? ഫുഡ് കിട്ടും, വെള്ളം കിട്ടും, പിന്നെ കിട്ടും. പിന്നെ അതൊക്കെ തന്നെയാണ്. മോലേക്ക് നടക്കാണ്ട് ഒരുപാട് നടക്കുന്നില്ല. പിന്നെ സ്റ്റേ ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് മൗണ്ടൻസിൽ താമസിക്കാൻ രാത്രിയൊക്കെ വേണമെങ്കിൽ. അപ്പൊ നമുക്ക് 20 മിനിറ്റ്സ് നടന്നിട്ടും 10 മിനിറ്റ്സ് നടന്നിട്ടും 1 hour നടന്നിട്ടും ഒക്കെ ഈ ഹട്ടുകളുണ്ട്. ഏത് ഹട്ട് വേണോ നമുക്ക് ചൂസ് ചെയ്യാം. എനിക്ക് വിശപ്പിനെ വിളി വന്നാണ് നമ്മൾ ഏറ്റവും അടുത്ത് ഏത് ഹട്ട് കാണുന്നു ആ ഹട്ടിൽ ഫുഡ് കഴിക്കും. ആ ഹട്ടാണ് ആ ഹട്ട്. ഉണ്ടാവും. Good morning. It's day 2 in Austria. അപ്പൊ നമ്മൾ ഈ റൂം വെക്കേറ്റ് ചെയ്തിട്ട് എങ്ങോട്ടാ പോണത്? റെയിൽവേ സ്റ്റേഷൻ. എന്നിട്ട് ട്രെയിൻ. എന്നിട്ട് നമ്മള് വിയന്നയുടെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് പോണത്, വച്ചാവ് എന്ന് പറയും. അങ്ങോട്ടാണ് നമ്മൾ പോണത്. സോ ബേസിക്കലി ഇന്ന് 2-2.5 മണിക്കൂർ ട്രാവലിംഗ് തന്നെയാണ്. അപ്പൊ എന്തായാലും മോർണിംഗ് ഇപ്പൊ ഒരു 9 മണി ആവുന്നില്ലേ? 9:10 ആയപ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. സോ യാ, സോ നമ്മൾ ക്രംസിലുള്ള ഒരു കുട്ടി റൂം ടൂറാണ്. എഗെയിൻ ഒരു കുഞ്ഞു റൂമാണ്, പക്ഷെ നേരത്തെ നിന്ന റൂമിനേക്കാളും കുറച്ചും കൂടെ ജനലൊക്കെ ഉള്ളതുകൊണ്ട് വെട്ടം വിളിച്ചുള്ള ഒരു റൂമാണ്. സോ ബേസിക്കലി റൂമും വാർഡ്രോബും മാത്രം തന്നെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഒരു ചെയറൊക്കെ ഉണ്ട് കേട്ടോ. അതല്ലാതെ അങ്ങനെ ഒരുപാട് എസ്തെറ്റിക് ആയിട്ടുള്ള റൂമൊന്നുമല്ല. വാഷ്റൂം ആണെങ്കിലും അത്യാവശ്യം വലുതാണ്, പക്ഷെ നമുക്ക് നിന്ന് കുളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബട്ട് ജർമ്മനിയിലും പിന്നെ ഓസ്ട്രിയയിലൊക്കെ ഇങ്ങനെയാണെന്ന് തോന്നുന്നു. നമ്മൾ റൂമിലെത്തി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ചേരം കിടന്ന് ഉറങ്ങി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ക്രെംസ് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഉള്ളത്. ഓക്കെ, കറക്റ്റ് ഞാൻ താഴെ കൊടുക്കാം. നമ്മൾ കുറച്ച് ലേറ്റ് ആയി, കാരണം ദിവസം ഭയങ്കര വെയിലായിരുന്നു. അപ്പം ആ നട്ടാപ്പിരി വെയിലത്ത് ഇറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇപ്പോഴാണ് ഈവനിങ് ആയി, ഒരു 7 മണിയായി. പക്ഷെ ഇപ്പൊ അത്യാവശ്യം സിറ്റി ഒക്കെ ഭയങ്കര ലൈവാണ്, ആൾക്കാരൊക്കെ ഉണ്ട്, ഫുൾ ആൾക്കാരുണ്ട്, കഫേസ് ഒക്കെ ഓപ്പൺ ആണ്. നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. അങ്ങനെ നടന്നു നോക്കുകയാണ്. ഈ ഒരു വഴി നല്ല ഭംഗിയുള്ള ഒരു ലൈൻ, സിമിലർ ടു ലുണ്ട്. അപ്പൊ നമ്മൾ നടന്നു നോക്കാം. നമ്മളിത് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. ഞാൻ ഫോട്ടോസ് കാണിക്കാം. ഇപ്പൊ നമ്മൾ പോകുന്നത് ഡാനൂബ് റിവർ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ഒരു 10 മിനിറ്റ്സ് ഒക്കെ നടക്കാൻ എന്നാ പറഞ്ഞത്. എന്തായാലും നമുക്ക് മെല്ലെ നടക്കാം.
കുറേ നേരം നടന്ന് ഓൾമോസ്റ്റ് 1 കിലോമീറ്റർ എന്തോ നമ്മൾ നേരത്തെ നിന്നോർത്ത് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മളെ ഡാനൂബ് റിവറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ എത്തിയപ്പോഴത്തേക്ക് നല്ല രാത്രി ആയതുകൊണ്ട് കാര്യമായിട്ടൊന്നും കാണാൻ പറ്റില്ല. അതിൽ കുഞ്ഞു കുഞ്ഞു ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. സോ ബേസിക്കലി അതാണ് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ പോയിട്ട് ഫുഡും കൂടെ കഴിക്കണം, എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങണം. ഹലോ ഗായ്സ്. അപ്പൊ ഡേ 3 ആണ് ക്രംസില്. നമ്മളിപ്പോഴത് ക്രംസിലാണ്. രാവിലെ എണീറ്റു, നമ്മള് ഡ്രസ്സൊക്കെ മാറി, നമ്മൾ താഴെ തന്നെ നമ്മള് താമസിക്കുന്ന തൊട്ട് താഴെ തന്നെ ഒരു കോഫി ഷോപ്പിൽ വന്നിട്ട് ഒരു കോഫി കുറച്ച് ലൈറ്റ് ആയിട്ടൊന്ന് അതെ ഫുഡ് കഴിച്ചു. ഇനിയിപ്പോ നമ്മള് സൈക്കിൾ റെന്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. See who is vlogging. ബ്രോ ഫുൾ വ്ളോഗിംഗ് ആണ്. സിഗ്നൽ വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ സൈക്കിൾ എടുത്തിട്ട് ചുറ്റാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നമ്മൾ സൈക്കിൾ കടയിൽ പോയി നോക്കി. ബട്ട് ദ തിങ് ഇസ്, പറയൂ. ആക്ച്വലി 2-3 തിങ്സ് ഉണ്ട്. ഫസ്റ്റ് കാര്യം, രണ്ടുപേർക്കും ഒരു സൈക്കിൾ പോകാൻ പറ്റില്ല. അതിവിടെ ഇല്ലീഗൽ ആണ്. നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവനൊരു വലിയ സൈക്കിൾ എടുക്കുക, എന്റെ ബാക്കിൽ കൊണ്ടുപോകാം. അതാകുമ്പോൾ എനിക്കും എളുപ്പം, ഇവനും എളുപ്പം. അല്ല, ഇവനും എളുപ്പമായിരിക്കില്ല, പക്ഷെ എനിക്ക് നല്ല എളുപ്പമായിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ 2 സൈക്കിള് റെന്റ് ചെയ്തിട്ട്, ഒന്ന് വലുതും ഒന്ന് ചെറുതും റെന്റ് ചെയ്ത് എങ്ങാൻ പകുതിയിൽ നിന്ന് എനിക്ക് ഓടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആ സൈക്കിൾ വെച്ച് നമ്മൾ ബുദ്ധിമുട്ടും. പിന്നെ 6 PM ഇവർ ക്ലോസ് ചെയ്യും. അപ്പം ഒരു പകുതി ദിവസത്തേക്ക് എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ താൽക്കാലികമായിട്ട് സൈക്കിൾ പ്ലാൻ ഉപേക്ഷിച്ചിട്ട് ബസ്സിൽ തന്നെ പോകാമെന്ന് വിചാരിക്കുകയാണ്. ഇവിടുന്ന് എവിടുന്നോ ബസ് എടുക്കാം. അപ്പം നമുക്ക് എന്തായാലും ബസ്സിൽ കയറിയിട്ട് ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോണത്? അവന് വലിയ ഐഡിയ ഇല്ല എങ്ങോട്ടാ പോണത്. ഭയങ്കര ഇംപ്രോംപ്റ്റു ഡേ ആണല്ലേ. അപ്പൊ ഇത് നമ്മള് മെൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏത് വോക്ക് എടുക്കണം എന്നാണ് നമ്മൾ ഇപ്പോൾ കൂലിംഗ്ലീഷുമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും നമ്മൾ ഇതേ ബസ് ഇവിടെ വന്ന് ഇറങ്ങി നേരെ ഇവിടെ തന്നെ നമുക്കൊരു ബോർഡ് കാണാം. അമൻ ഇസ് ലുക്കിംഗ്. എന്തായി തീരുമാനിച്ചിട്ട്? ഓക്കെ, ആകെ ഒരു വാക്കുകൾ. എത്ര നേരം നടക്കണം? 1/2 കിലോമീറ്റർ ഉള്ളൂ. അതിൽ 30 ഇവിടുത്തെ സ്ഥലങ്ങൾ കാണാൻ പറ്റും. 30 സ്ഥലങ്ങൾ, 30 ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ വാക്ക് തന്നെയാണ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. നമ്മൾ വിചാരിച്ച പോലെ ചൂടിപ്പല്ല കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്താവുന്ന അറിയില്ല. ഇന്നലെയൊക്കെ പൊള്ളുന്ന ചൂടാണ്, ഇന്ന് അതില്ല. കുറച്ചൊരു തണുത്ത കാറ്റൊക്കെ ഉണ്ട് അല്ലേ? എന്തായാലും നമ്മൾ മെല്ലെ നടന്നോക്കട്ടെ. പിന്നെ നമ്മൾ ചെറിയ ചെറിയ കുട്ടി കുട്ടി റീൽസ് ഒക്കെ എടുക്കുന്നുണ്ട്. അമ്മന്റെ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ റീൽസ് അപ്പിയറൻസ്. നോക്കണേ, ഇന്നലത്തേക്ക് നോക്കണേ. ആണ് കേട്ടോ. അപ്പം 1, 2, 3 റീൽസ് നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇങ്ങനെ നാളെ ഇന്നും ഒക്കെ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണം. യെസ്. അപ്പൊ എന്തായാലും ഞാൻ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. ആർ യു എക്സൈറ്റഡ്? യെസ് ബ്രോസ്കി, ഞാനും എക്സൈറ്റഡ്. ഓക്കെ, അപ്പം ഇതാണ് മോഡൽ ഹൗസ്. അതായത് ഒരു മോഡൽ കുട്ടി എന്നൊക്കെ പറയുന്ന പോലെ ഓസ്ട്രിയത്തെ ഒരു മോഡൽ ആയിട്ടുള്ള ഒരു വീടാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സാധനം. ആൻഡ് സെക്കൻഡ് സാധനം അവിടെ ഒരു പാർക്ക് ഉണ്ട്. സാധാരണ പാർക്കിനെ തോന്നുന്നു. തൽക്കാലം നമ്മൾ ആ പാർക്കിലേക്ക് പോയിട്ടാണ്. കുറച്ച് നേരം മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ 3ാമത്തെ സാധനം കണ്ടു. ഇതൊരു ചേർച്ച് ആണ്. അപ്പൊ നമ്മളെ 3rd സ്പോട്ടും കണ്ടു. അപ്പൊ നമ്മൾ കുറച്ചു നേരം കൂടി മുന്നോട്ട് നടന്നു. നമ്മൾ ആ റീലിന്റെ നെക്സ്റ്റ് പോർഷൻ കൂടെ എടുത്തു. ആൻഡ് ഇവിടുത്തെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ട് സ്ട്രീറ്റ് ആണ് കേട്ടോ. ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സ് ഉണ്ട്. ആൻഡ് ഒരുപാട് കഫേസ് ഉണ്ട്. പിന്നെ ഇവിടെ വന്നേരം വെച്ചാൽ ഓസ്ട്രിയ വന്നേരം ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഇവിടെ ഒരുപാട് ഐസ്ക്രീം ഷോപ്സ് ഉണ്ട്. ലൈക്ക് എല്ലാ മുക്കിനായിട്ട് ഐസ്ക്രീം ഷോപ്സാണ്. വിച്ച് മീൻസ് ഈ ഓസ്ട്രിയക്കാർ ഒരുപാട് ഐസ്ക്രീം കഴിക്കും തോന്നുന്നു അല്ലേ ബ്രോ? യെസ്, ഓസ്ട്രിയക്കാർ ഒരുപാട് ഐസ്ക്രീം കഴിക്കും തോന്നുന്നു. അത് വലിയ വലിയ ഐസ്ക്രീംസ് ആണ്, ചെറുതല്ല. പിന്നെ ആൽക്കഹോൾ ഉള്ള ഐസ്ക്രീംസ് ഉണ്ട്. യെസ്, അതിലൊരു ഐസ്ക്രീമിന്റെ സ്ഥലമാണ്.
അപ്പം അത് ഒരു ബ്രൂവറി ടവർ എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ആക്ച്വലി ബ്രൂവിങ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അതിന്റെ പുറകിലത്തെ ഇതിനകത്ത് മേ ബി ബ്രൂവിങ് നടക്കണ്ടാവാം. ബട്ട് ദാറ്റ്സ് ബ്രൂവറി ടവർ. ഇതേപോലെ ഈ സ്ട്രീറ്റിൽ ത്രൂ ഔട്ട് ഇങ്ങനെ നമ്പർ ഇട്ടിട്ടാണുള്ളത്, 24, 20, 30 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളതിങ്ങനെ നോക്കി തപ്പി നടക്കണം. കുറച്ചെണ്ണൊക്കെ നമ്മൾ കണ്ടു, എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ബട്ട് ബേസിക്കലി അതാണ്. നീ ഫോണിലല്ലേ നോക്കണത്, ഫോണിലാണ് നമ്പറൊക്കെ നോക്കുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് ബിൽഡിങ്ങിന്റെ മുകളിൽ നമ്പർ കാണാൻ പറ്റും. ഇനി ഇവിടെ ഈ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു കഫേസും ബാറുകളും ആണ് കേട്ടോ കൂടുതലുള്ളത്. അത്ര ഒരു ഉണർവുള്ള ഒരു സ്ഥലമല്ല. മേ ബി സൺഡേ ആണ്, ഈ ടൈമും ആണ് കേട്ടോ, അതും ഉണ്ടാവും. പക്ഷെ നമ്മൾ ചുമ്മാ ഇതിലൂടെ ഒക്കെ ഇങ്ങനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. ചുമ്മാ നടന്നിട്ട് എന്തായാലും ബസ്സിൽ കയറി അവിടുന്ന് ഇവിടെ വരെ വന്നല്ലേ അല്ലേ ബ്രോ? ഇനി എന്താ പ്ലാൻ? എന്നിട്ട് അതാണ് മെൽക്ക് ആബി. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യൻ മോങ്സും പിന്നെ നണ്ണൊക്കെ ഉള്ള ഒരു ട്രെയിനിങ് സ്കൂൾ പോലത്തെ ഒരു സാധനമാണ്. ബേസിക്കലി ഒരു മൊണസ്ട്രി ആണ്. അപ്പം അത് ആക്ച്വലി ഭയങ്കര ഒരു ഫേമസ് ഒരു അടിപൊളി മൊണസ്ട്രി ആണ്. നമ്മൾ അവിടെ വരെ പോകുന്നുണ്ട്, പക്ഷെ ചിലപ്പോൾ അതിന്റെ ഉള്ളിൽ കയറുണ്ടാവില്ല. കാരണം അതൊരു മ്യൂസിയം ഒക്കെ പോലെയാണ് അതിന്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീം വാങ്ങി കഴിച്ചു. ഐസ്ക്രീം ആയിരുന്നില്ല, ജെലാറ്റോസ് ആണെന്ന് തോന്നുന്നു. പക്ഷെ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല കേട്ടോ. അതെ, ഇങ്ങനെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ താഴേക്ക് നമുക്ക് കുറച്ച് കടകളൊക്കെ കാണാം. ഒരുപാട് സാധനങ്ങളൊക്കെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. സോ ഒന്ന് താഴേക്ക് ഇറങ്ങി നോക്കാം. നോക്കിയപ്പോൾ ഇവിടെ തന്നെ സ്റ്റെപ്പ് ഉണ്ട്. നമ്മളിത് ബാക്കിൽ കാണുന്ന ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചു. ഹെവി ഫുഡായിരുന്നു, ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു ആൻഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എക്സെപ്റ്റ് ലാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു ഡെസേർട്ട് ഉണ്ടായിരുന്നു. അത് പക്ഷെ അത് ആക്ച്വലി ഐസ്ക്രീം ആണെന്ന് കരുതി നമ്മൾ മിസ്റ്റേക്ക് ചെയ്തിട്ട് ഓർഡർ ചെയ്താണ്. പക്ഷെ അത് എന്താ ഈ സോർബേ പറഞ്ഞിട്ടുള്ളൊരു ജെലാറ്റോ പോലത്തെ ഒരു സാധനം തരാം. അപ്പം നമ്മൾ നേരത്തെ വാങ്ങിച്ചിട്ടുള്ള സെയിം സാധനം. പക്ഷെ അതർ ദാൻ ദാറ്റ് എല്ലാ സാധനവും സൂപ്പർ ആയിരുന്നു. എന്തൊക്കെ വാങ്ങിച്ചു? നമ്മൾ ആദ്യം തന്നെ ഒരു മീനിന്റെ ഒരു ഐറ്റം ആണ് വാങ്ങിയത്. എനിക്ക് ഓർമ്മയില്ല. അപ്പം അങ്ങനത്തെ ഒരു ഫില്ലറ്റ് വാങ്ങിച്ചു. അതിന്റെ കൂടെ നമുക്ക് ഒരു പൊട്ടേറ്റോ കോൾഡ് സാലഡ് ഉണ്ടായിരുന്നു. പിന്നെ ആദ്യം തന്നെ നമ്മള് ജ്യൂസ് വാങ്ങിച്ചു. ഗ്രേപ്പ് ജ്യൂസ്, കിഡിലൻ ഗ്രേപ്പ് ജ്യൂസ് ആയിരുന്നു. ആൻഡ് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാല് വൈൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രേപ്സ് ഉണ്ടാക്കുന്ന സ്ഥലമാണ് അല്ലേ? ബാക്കിലൊക്കെ ഉള്ളത് ഗ്രേപ്സിന്റെ തോട്ടാണ്. അപ്പം ദ ബെസ്റ്റ് ക്വാളിറ്റി ഗ്രേപ്സ് ആണെന്ന് തോന്നുന്നു ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമ്മൾ അത് കഴിച്ചു, അത് കുടിച്ചു. പിന്നെ ഫിഷ് ആ ഒരു ഐറ്റം അതും നല്ലായിരുന്നു. പിന്നെ നമ്മളൊരു ഹോം മെയ്ഡ് ലെമണേഡ് വാങ്ങിച്ചു. അതൊരു ആവറേജ് ആണ്, ഒരു സാധാ സാധനം. പക്ഷെ അതിനുശേഷം പിന്നെ പോർക്കിന്റെ അതും അടിപൊളിയായിരുന്നു. അതിന്റെ കൂടെയുള്ള സോസ് ആണെങ്കിലും മഷ്റൂംസ് ആണെങ്കിലും എല്ലാം സൂപ്പർ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഡെസേർട്ട് വാങ്ങിച്ചു. അത് കുഴപ്പമില്ലായിരുന്നു, ഒരു സാധാ ഒരു ഐസ്ക്രീം ഒക്കെ പോലെ. എന്തായാലും ഇപ്പൊ നമ്മൾ ഇതിന്റെ ചുറ്റുമുള്ള ഈ ഒരു പാർക്കിന്റെ ഇങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഹലോ ഗൈസ്, അപ്പം നമ്മളുടെ മൂന്നാമത്തെ ദിവസം നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ആക്ച്വലി ആ ഫുഡ് കഴിച്ചതിന് ശേഷം നല്ല രസം ഉണ്ടായിരുന്നു അല്ലേ? കുറെ നേരം ബീച്ചിലിരുന്നു. ഈ സ്ഥലമൊക്കെ നല്ല രസമുണ്ട്. ഒരു എൻഡ്ലെസ് ജ്യൂസ് സ്ട്രീറ്റ് ഒക്കെ പോലെ. ഇവിടെ ട്രെയിൻ പോകുന്നു സിറ്റിയുടെ ടൗണിന്റെ നടുക്കൂടെ. മറ്റേ ആ വിയറ്റ്നാമിലൊക്കെ ഉള്ള ആ സ്ഥലം പോലെ ഉണ്ട്. അങ്ങനെ ഇന്ന് നമ്മളെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. നാളെ നമ്മൾ തിരിച്ചു പോകും. ഇപ്പോൾ നമ്മൾ ക്രംസിൽ നിന്ന്
വിയന്നയിലേക്കാണ് പോണത്. രാവിലെ തന്നെയായിരുന്നു നമ്മളെ ട്രെയിന്. നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് ഇറങ്ങി. അവിടെ തന്നെ ഒരു കേക്ക് വാങ്ങിച്ചിരുന്നു. അപ്പോൾ പോണ വഴി മുഴുവൻ ഇങ്ങനെ മുന്തിരി തോട്ടങ്ങളും അതേപോലെ തന്നെ ആപ്രിക്കോട്ട്സിൻ്റെ ട്രീകളുമാണ്. നമ്മളങ്ങനെ വിയന്ന എത്തി. 24 hours വിയന്ന ടിക്കറ്റ് എടുക്കാം. അത് വളരെ ചീപ്പാണ് കേട്ടോ. നമ്മൾ ആ ടിക്കറ്റാണ് രണ്ടുപേരും എടുത്തിട്ടുണ്ടായിരുന്നത്. കയ്യിൽ ലഗേജ് ഉള്ളതുകൊണ്ട് എന്തായാലും ചെക്ക് ഇൻ ചെയ്യാതെ കറങ്ങാൻ പറ്റില്ല. അപ്പം പിന്നെ നേരെ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ റൂമിൽ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ ഒരു ടൈമൊക്കെ ഇല്ലേ. അതുകൊണ്ട് നമ്മൾ സെൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ ഒന്ന് പോയി കണ്ടു. നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ റൂമിലേക്ക് വന്നു കേട്ടോ. സോ നമ്മളിത് വിയന്നയിൽ എത്തിയിട്ട് റൂമിൽ വന്നു. ബാഗ് വെക്കാൻ വേണ്ടിയിട്ട് എവിടെയും സ്റ്റോറേജ് സ്പേസ് ഉണ്ടായില്ല കേട്ടോ. കയറി വരുന്നത് ഇത് ആക്ച്വലി എയർബിഎൻബി ആണ്. പക്ഷേ വളരെ പഴയ ഒരു ബിൽഡിങ്ങിൽ ഒരു റൂമാണ്. ആൻഡ് ഇത് റിനോവേറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ കുറേ സാധനങ്ങൾ ശരിക്കും പഴയ പോലെ തോന്നുന്നുണ്ട്. ഫസ്റ്റ് തന്നെ കയറുമ്പോൾ റൈറ്റ് സൈഡിൽ ടോയ്ലറ്റ് ആണ്. വെരി സ്മോൾ, പഴയ വീടുകളിലൊക്കെ ഉണ്ടാവില്ലേ, കുഞ്ഞൊരു ടോയ്ലറ്റ്, അതേപോലത്തെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. എന്നിട്ട് നമ്മൾ കയറി വന്നാൽ ഇവിടെയാണ് ഒരു കിച്ചൺ ഏരിയ ഉള്ളത്. മൈക്രോവേവ് ഉണ്ട്, പിന്നെ അവനുണ്ട്, പിന്നെ അത്യാവശ്യം അതെ ബേണേഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇതാണ് വാഷ്റൂം അല്ലെങ്കിൽ ബാത്റൂം. ഇവിടെ ചെറിയൊരു ഏരിയ ആണ് നമുക്ക് നിന്ന് കുളിക്കാൻ വേണ്ടിയിട്ടുള്ളത്. കണ്ടോ, ഇവിടെ നിന്ന് കുളിക്കാം. വളരെ ചെറിയൊരു ഏരിയ ആണ്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോയാൽ റൂം കുറച്ചും കൂടെ ഒരു പുതിയ ടൈപ്പ് ഓഫ് റൂമാണ്. നമ്മളിത് റൂമിലേക്ക് എത്തിയാൽ ആദ്യമായിട്ടാണ് ഞാൻ യൂറോപ്പിൽ വന്നിട്ട് ഒരു സ്ഥലത്ത് ഫാൻ കാണുന്നത്. കണ്ടോ, നമുക്ക് ഫാൻ ഒക്കെ വെച്ച് തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം വീഡിയോ എടുക്കുമ്പോൾ വേണ്ടി ഓഫ് ചെയ്താൽ അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. ആൻഡ് കുഞ്ഞൊരു ടേബിൾ സെറ്റപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ രണ്ടുപേരുള്ളതുകൊണ്ട് രണ്ടുപേർക്കുള്ള പ്ലേറ്റും സ്പൂണും ഫോർക്കും നൈഫും എല്ലാം വെച്ചിട്ടുണ്ട്. ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. സോ അവിടെ ഒരു വിൻഡോ ഉണ്ട്, ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. വൈറ്റ് റൂമാണ്, മുകളിൽ ഒരു ബ്രൗൺ കളറാണ്. ഇതാണ് ബെഡ്. അത്യാവശ്യം നല്ലൊരു ബെഡ്, സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ള ബെഡാണ്. പക്ഷെ നമുക്കൊന്നും സ്റ്റോർ ചെയ്യാനൊക്കെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ ഒരു കൗച്ച് ഉണ്ട് ആൻഡ് ഒരു കുഞ്ഞു വാർഡ്രോബ് ഉണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് ഹാങ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു വാർഡ്രോബ് ഉണ്ട്. ഇവിടെ ഒരു കുഞ്ഞു മിറർ ഉണ്ട്. ഇതും ഒരു ഫുൾ ലെങ്ത് മിറർ യൂഷ്വലി റൂംസിലൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഇവിടെ നമുക്കൊരു കുഞ്ഞൊരു ഡ്രോയേഴ്സ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സാധനമൊക്കെ വെക്കാം. സോ ഇതാണ് നമ്മളെ റൂം ടൂർ. നമ്മൾ കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് നമ്മൾ നേരെ വിയന്നയിലേക്ക് പോകും. വിയന്നയിലാണുള്ളത് ഞാൻ ഉദ്ദേശിച്ചത്. കത്തീഡ്രലിൻ്റെ അങ്ങോട്ടേക്ക് പോകും. സോ എന്തായാലും കുറച്ചു നേരം ഞങ്ങൾ റെസ്റ്റ് ചെയ്യട്ടെ. അങ്ങനെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങിയത് ഈ ഒരു മോളിലേക്കാണ് വന്നത്. എനിക്കൊരു ചെരുപ്പ് വാങ്ങിക്കണമായിരുന്നു, കാരണം എനിക്ക് കാല് ഭയങ്കര വേദനയായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചു. അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ മിനീസോ ഒക്കെ പോലെ തന്നെ ഉള്ളൊരു സ്റ്റോർ, ഹേമ എന്ന് പറഞ്ഞൊരു സ്റ്റോർ, അത് കണ്ടു. അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി. അങ്ങനെ നമ്മളുടെ ഹേമയിൽ കയറി ഒരു മൊബൈൽ കേസല്ല, ഒരു സ്ലിംഗ് ബാഗ് പോലത്തെ ഒരു കുഞ്ഞു ബാഗ്, €6 അല്ലേ. പിന്നെ ഇവനൊരു കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചു, അതിന് €5. അതെ, അപ്പൊ താൽക്കാലികമായിട്ട്. പിന്നെ നമ്മൾ അവിടെ ഒരു വാട്ടർ ബോട്ടിൽ കണ്ടു, പക്ഷെ അത് 500 ml ഉള്ളൂ. അതുകൊണ്ട് പിന്നെ നമ്മൾ അത് വാങ്ങിച്ചില്ല. ഇനി ചുമ്മാ ഇതിലൂടെ ഈ സ്ട്രീറ്റ് കൂടെ നടന്നു നോക്കാണ്. എനിക്കൊരു ചെരുപ്പ് അത്യാവശ്യമായി വേണം, ബിക്കോസ് എനിക്ക് കാല് ഭയങ്കരമായിട്ട് വേദനിക്കണ്. ഈ ഷൂ ഇട്ടിട്ട് ഒരു രക്ഷയില്ലാത്ത വേദന. എന്നാലും ഞാൻ ഈ സ്ട്രീറ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത്രയും ദിവസം എല്ലാ ദിവസവും ചൂടായിരുന്നേ. അപ്പൊ ഇന്ന് മെല്ലെ മഴയൊക്കെ പൊടിയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം എനിക്കൊരു സാൻഡിൽസ് കിട്ടി. എൻ്റെ ഫസ്റ്റ് പെയർ ഓഫ് ബർക്കിൻസ്റ്റോക്ക്. ഷൂവിൻ്റെ ഉള്ളിൽ നിന്ന് കാലൂരിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സമാധാനമായി. പിന്നെ നമ്മളത് നേരെ പോണത് പാലസിലോട്ടാണ്. അങ്ങനെ കുറേ നേരമായിട്ട് നമ്മൾ ആ സ്ട്രീറ്റിൽ കൂടെ തേരാപ്പാര നടക്കുകയായിരുന്നു. പിന്നെ ഒരുപാട് നടന്നില്ല, എന്നാലും കുറച്ച് നടന്നു. അവസാനം ഒരു ചെരുപ്പ് വാങ്ങിച്ചു. എന്നിട്ട് നമ്മളിപ്പോൾ ഈ ഒരു പാലസിൽ എത്തിയിട്ടുണ്ട്. ആ പാലസിൻ്റെ പേര് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. എന്താ പറയാ, അങ്ങനെ എന്തോ ആണ് കേട്ടോ പറയാം. കറക്റ്റ് നമുക്കത് എന്താണ് പറയണ്ടേന്നുള്ള രീതിയിൽ പറയാൻ നമുക്കറിയില്ല, അതുകൊണ്ട് നമ്മളത് പറയുന്നില്ല. ബട്ട് ഈ പാലസ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ നമ്മൾ ടിക്കറ്റ് എടുക്കണം. പക്ഷെ നമുക്ക് പുറത്തുകൂടെ ഒന്നും കാണാൻ വേണ്ടി ടിക്കറ്റ് വേണ്ട എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം എന്തായാലും ഞങ്ങൾ പുറത്തുകൂടെ ഒക്കെ നടന്നു നോക്കാം. ഉള്ളിൽ കയറുന്നില്ല, നമ്മളങ്ങനെ വേണ്ടെന്ന് ചോദിച്ചു അല്ലേ, പാലസിൻ്റെ ഉള്ളിൽ കയറണ്ടെന്ന്. ഓക്കെ അപ്പൊ സമയം കഴിഞ്ഞു, അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ കയറണം. അല്ലെങ്കിൽ നമുക്ക് ഉള്ളിൽ കയറണം എന്നുള്ള പ്ലാൻ ഉണ്ടായില്ല. പക്ഷെ എന്നാലും നമ്മൾ ആക്ച്വലിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് ഹോഫ്ബേൺ പാലസ്. പാലസ് ആണെന്ന് തോന്നുന്നു. പാലസ് ആണ്, ചുമ്മാ ഷോ. ഇപ്പൊ ഫുള്ള് ഗൂഗിൾ ചെയ്തതാ. അല്ല, ഹോഫ്ബേൺ ആണെന്ന് ഞാൻ മാപ്പ് കണ്ടു. പാലസ് ആണെന്ന് പറയാം. പക്ഷെ ഇവിടെ ഒരുപാട് പാലസസ്. ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത് വളരെ യാദൃശ്ചികമായിട്ടാണ്. അമനാണ്
മാപ്പ് നോക്കിക്കൊണ്ടിരുന്നതും ട്രാം നോക്കിക്കൊണ്ടിരുന്നതൊക്കെ അമ്മ നേരെ ട്രാം മാറ്റി കഴിക്കും. അല്ല ഞാൻ പിടിക്കായിട്ട് വന്നതാ. ചുമ്മാ കള്ളം പറയാട്ടോ. ഇത് കൊള്ളാം. പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ കാണുന്നത് വേറൊരു പാലസ് ആണ്, ഷോബേൺ പാലസ്. അപ്പൊ അത് എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് അമ്മൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് അവൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വ്ളോഗ്സ്, കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ്. കണ്ട പാവം സൂമിനും സൂം ഔട്ട് ഒക്കെ ചെയ്ത് ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ. ഗുഡ് ജോബ് ബ്രോസ്കി, ഗുഡ് ജോബ്. സ്വന്തം എടുത്ത ക്ലിപ്പിനെ പറ്റി വർണ്ണിക്കുന്നു. കൊള്ളാം. ഓക്കെ ബോസ്കി, ഇതാണ് ലാസ്റ്റ് നൈറ്റ് ഇൻ വിയന്ന. എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല, ഞാൻ ചത്ത. എങ്ങനെയുണ്ട് ഓറിയോ? നൈസാണ്. ഇപ്പം നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. ആൻഡ് ആക്ച്വലി നമുക്ക് ഒരു ഫ്ലൈ വീല് കയറണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് തീരെ നടക്കാൻ പറ്റണ, ഭയങ്കര ടയർഡ്. സോ ഇറ്റ്സ് ബെറ്റർ നമ്മൾ ഇന്നത്തെ ദിവസം മൈൻഡപ്പ് ചെയ്യുന്നത്, എന്നിട്ട് വേഗം പോയി കിടന്ന് ഉറങ്ങുന്നത്. ബിക്കോസ് നാളെ ഏർലി മോർണിംഗ് ആണ് ഫ്ലൈറ്റ്. ഏർലി മോർണിംഗ് അല്ല, പക്ഷെ എന്നാലും കുറച്ച് നേരത്തെ ആയിട്ട് നമ്മൾ പോകണം. അതുകൊണ്ട് വേഗം പോയിട്ട് ഫുഡ് വെച്ചിട്ട് വേഗം റൂമിലേക്ക്. കമോൺ.